إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وأحسن الحديث هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار بسم الله الرحمن الرحيم إن إلى ربك الرجعى സ്നേഹ സമ്പന്നരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സൃഷ്ടിച്ച് പരിപാലിച്ചുകൊണ്ടിരിക്കുന്ന റഹ്മാനും റഹീമുമായ അള്ളാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾ കഴിവിന്റെ പരമാവധി ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പുലർത്തി തഖ്വ പാലിച്ച് ജീവിതത്തെ ക്രമീകരിക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ ദീനിന്റെ പേരിൽ ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. റഹ്മാനായ റബ്ബ് അവൻ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന മുത്തഖീങ്ങളായ അവന്റെ അടിമകളുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് ഒരു റമളാനിലേക്ക് കൂടെ പ്രവേശിക്കാനും നോമ്പുകാരായി ഇന്നത്തെ ദിവസം ജുമായിലേക്ക് എത്താനും ഒക്കെ നമുക്ക് ഭാഗ്യം ലഭിച്ചിരിക്കുകയാണ്. ഫമൻ ഷഹിദ മിൻകുമു ശഹ്റ ഫൽയസും. റമളാനിൽ സന്നിഹിതരാകുന്നവർ അവർ നോമ്പ് പിടിക്കട്ടെ എന്ന അള്ളാഹുവിന്റെ കൽപ്പനയാണ് നമ്മളൊക്കെ പരിശുദ്ധ റമളാൻ മാസത്തിൽ നോമ്പനുഷ്ഠിച്ചു പോരാനുള്ളതിന്റെ ഏക കാരണം. അതുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ രൂപത്തിൽ നോമ്പും റമളാനിനെയും ചെലവഴിക്കുക എന്നതുകൂടെ അത് കൃത്യമായി പാലിക്കപ്പെടാൻ നമ്മൾ ശ്രമിക്കണം. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം റമളാനിലും അല്ലാത്തപ്പോഴുമുള്ള അവന്റെ ഇടപെടലുകൾ ഒരുപോലെയായിരിക്കാൻ പാടില്ല. ഒരുപാട് തലങ്ങളിൽ അത് വ്യത്യാസമായിരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് റമളാനിലെ അദ്ദേഹത്തിന്റെ കർമ്മങ്ങളെ കുറിച്ച് സ്വഹാബികൾ പറയുന്നത് ആ വിധത്തിൽ നമുക്ക് കാണാൻ പറ്റും. പ്രവാചകൻ മാത്രമല്ല, മുൻഗാമികൾ എല്ലാവരും എല്ലാ കാലത്തും നന്മയിൽ അധിഷ്ഠിതമായാണ് മനുഷ്യൻ പോകേണ്ടത്, വിശ്വാസി പോകേണ്ടത് എന്നതിൽ സംശയമില്ല. എപ്പോഴും നന്മ ചെയ്യണം, എല്ലാ സമയത്തും തിന്മകളിൽ നിന്ന് മാറി നിൽക്കണം, എപ്പോഴും റഹ്മാനായ റബ്ബിനോടുള്ള കടമകൾ നിറവേറ്റണം. എന്നാൽ അതിൽ കൂടുതൽ ജാഗ്രത കാണിച്ച് കൂടുതൽ ഉന്മേഷത്തോടുകൂടെ മുന്നോട്ട് പോകേണ്ട സമയമാണ് റമളാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് സ്വഹാബികൾ പറയുകയാണ്, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അജ്വദന്നാസ്. ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ആർദ്രതയോടുകൂടെ ഇടപെട്ടിരുന്ന വ്യക്തി അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ആളുകൾക്ക് കൂടുതൽ സഹായം ചെയ്തു കൊടുത്തിരുന്ന, അവരോട് ഏറ്റവും കാരുണ്യത്തിൽ പെരുമാറിയിരുന്ന വ്യക്തി അത് പ്രവാചകനാണ്. വകാന അജ്വദു മാ യകൂനു ഫീ റമളാൻ ഹീന യൽകാഹു ജിബ്രീൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ ഏറ്റവും കൂടുതൽ ആർദ്രതയിൽ പെരുമാറുമായിരുന്ന സമയം അത് റമളാനിലാണ്. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹത്തെ കണ്ടുമുട്ടുന്ന സമയങ്ങളിലാണ്. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം റമളാനിലെ എല്ലാ രാത്രിയിലും വരികയും ഖുർആൻ, പ്രവാചകനിൽ നിന്ന് ഖുർആൻ അദ്ദേഹത്തിന്റെ മനപ്പാടത്തെ പരിശോധിക്കുകയും ചെയ്യാറുണ്ട്. അങ്ങനെ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വരുമായിരുന്ന റമളാനിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും കൂടുതൽ ആർദ്രതയോടുകൂടെ
പെരുമാറിയിരുന്നത്. അവിടുന്ന് അങ്ങോട്ട് സ്വഹാബികൾ എല്ലാവരും ആ രൂപത്തിലാണ് നമുക്ക് കാണിച്ചു നിൽക്കുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം റമദാനിലെ വ്യത്യാസം എത്രത്തോളമാണ് എന്ന് അതേ ഹദീസിൽ സ്വഹാബികൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം കണ്ടുമുട്ടുന്ന ആ കാലം റമദാനിൽ അജ്വദു ബിൽ ഖൈരി മിന റീഹിൽ മുർസല, അടിച്ചു വീശുന്ന കാറ്റിനേക്കാൾ വേഗതയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ കർമ്മങ്ങളെ, പ്രത്യേകിച്ചും ഉദാരതയോടുകൂടുള്ള അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ അദ്ദേഹം ക്രമീകരിക്കാറുണ്ട്. അപ്പൊ വ്യത്യാസം നോക്കൂ. റമദാനിലാകുമ്പോഴും അല്ലാത്തപ്പോഴും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കർമ്മങ്ങളിലെ ഉന്മേഷത്തെ, പ്രത്യേകിച്ചും ആർദ്രതയോടുകൂടുള്ള കാര്യങ്ങളെയാണ് ഇത് നമ്മളെ പഠിപ്പിക്കുന്നത്. ഇനി സ്വഹാബികളെ കുറിച്ചൊക്കെയും നമുക്കറിയാം. അവർ റമദാനിലായാൽ കഠിനമായ പരിശ്രമം അവർ നടത്തുമായിരുന്നു. നിസ്കാരത്തിൽ, അതുപോലെ തന്നെ ഖുർആൻ പാരായണത്തിന്റെ വിഷയത്തിൽ, സ്വതക്കകളുടെ വിഷയത്തിൽ, പ്രാർത്ഥനയുടെ വിഷയത്തിൽ, ഇസ്തിഗ്ഫാറിന്റെയും തൗബയുടെയും വിഷയത്തിൽ കഠിനമായ പരിശ്രമം അവർ നടത്താറുണ്ട്. 1, 2, 3 ദിവസങ്ങൾ കൂടുമ്പോൾ പരിശുദ്ധ ഖുർആനിന്റെ ഖത്മ ഓതി പൂർത്തിയാക്കിയവർ അവരുടെ കൂട്ടത്തിലുണ്ട്, മുൻഗാമികളുടെ കൂട്ടത്തിലുണ്ട്. സ്വഹാബികളിൽ മാത്രമല്ല, അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്ന മുൻഗാമികളിലൊക്കെയും ഈ രൂപത്തിലുള്ള ഒരു ഉന്മേഷത്തോടുകൂടെയുള്ള പ്രവർത്തനം നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് റമദാനിൽ മാത്രം പ്രത്യേകമായി എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. മുൻഗാമികൾ അങ്ങനെയാണ് പഠിപ്പിക്കുന്നത്. ആരെങ്കിലുമൊക്കെ റമദാനിൽ കുറച്ച് സൂക്ഷ്മതയോടുകൂടെ മുന്നോട്ട് വരാൻ തീരുമാനിച്ചാൽ നാട്ടിൽ പിന്നെ പൊതുവെ കാണുന്ന ഒരു രീതിയുണ്ട്. അവർ ഒരു സീസണൽ ഭക്തിയാണ് എന്ന് പറഞ്ഞ് അത്തരം ആളുകളെ നിരാശപ്പെടുത്തുന്നത് കാണാം. ചിലപ്പോൾ നമ്മൾ തന്നെ ആത്മാർത്ഥമായി റമദാൻ പ്രാരംഭം മുതൽ നിസ്കാരത്തിന്റെ വിഷയത്തിലും ഖുർആൻ പാരായണത്തിന്റെ വിഷയത്തിലുമൊക്കെ അല്പം ജാഗ്രത പുലർത്താൻ ശ്രമിച്ചാൽ, നമ്മൾ പള്ളിയിലേക്ക് വരാൻ ആരംഭിച്ചാൽ, നിസ്കാരം ജമാഅത്തായി തന്നെ കിട്ടണമെന്ന നിർബന്ധ ബുദ്ധിയോടുകൂടെ ജോലിസ്ഥലത്ത് ക്രമീകരണങ്ങൾ വരുത്തിയാൽ ആളുകൾ നമ്മളോട് പറയും, ഇതുകൊണ്ടൊന്നും കാര്യമില്ല, ഇത് സീസണൽ ഭക്തിയാണ്. കാര്യമുണ്ട്, ഇതുകൊണ്ടാണ് കാര്യം. മുൻഗാമികളൊക്കെ അങ്ങനെയായിരുന്നു. അവർ റമദാനാകുമ്പോൾ 10 മടങ്ങ് ശ്രദ്ധയോടുകൂടെ എല്ലാ മേഖലയിലും മുന്നോട്ട് പോകാൻ ശ്രമിച്ചിരുന്നു. അതുകൊണ്ട് നമ്മളുടെ ഭാഗത്തു നിന്നും ആ ശ്രമം ഉണ്ടാകണം. ഫസ്തബിഖുൽ ഖൈറാത്ത്, നന്മയുടെ വിഷയത്തിൽ മത്സരിച്ച് മുന്നോട്ട് വരൂ എന്ന് ഖുർആൻ നമ്മളോട് നടത്തുന്ന ആഹ്വാനം റമദാനിൽ ഒരാൾക്ക് പാലിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ എപ്പോഴാണ് അതിന് സാധിക്കുക? അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ സമൂലമായ മാറ്റങ്ങൾ എല്ലാ രംഗത്തും ഉണ്ടാകണം. മനോഭാവത്തിൽ വ്യത്യാസം ഉണ്ടാകണം. ഈ റമദാൻ നേടിയെടുക്കണമെന്ന പരിശ്രമം നമുക്കുണ്ടാകണം. അലം യഅനി ലില്ലദീന ആമനു അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ് എന്ന് പരിശുദ്ധ ഖുർആൻ ചോദിക്കുന്നുണ്ടല്ലോ. മുഅ്മിനീങ്ങൾക്ക് അവരുടെ ഹൃദയം ലോലമായി അള്ളാഹുവിന്റെ സ്മരണയിലേക്ക് കൊണ്ടുവരാൻ ഇനിയും സമയമായിട്ടില്ലേ എന്ന് ഖുർആൻ ചോദിക്കുന്നുണ്ട്. ആ ആയത്തിന്റെ പശ്ചാത്തലത്തിൽ നിന്ന് മാത്രം വളരെ കുത്തഴിഞ്ഞ ജീവിതത്തിൽ നിന്ന് മാറി ധാർമ്മികതയുടെ, ഇഖ്ലാസിന്റെ, തെഖ്വയുടെ ജീവിതത്തിലേക്ക് പരിണമിച്ചവർ മുൻഗാമികളുടെ കൂട്ടത്തിലുണ്ട്. തെമ്മാടിയായി നടന്നിരുന്നവർ, ഫാഹിസത്തോടുകൂടെ നടന്നിരുന്നവർ, എല്ലാ തിന്മയുടെയും കൂത്തരങ്ങായി സ്വഭാവത്തെ മാറ്റിയിരുന്നവർ. അലം യഅനി ലില്ലദീന ആമനു അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ്, അള്ളാഹു നടത്തിക്കൊണ്ടിരിക്കുന്ന സ്മരണയുടെ, അള്ളാഹു നടത്തിക്കൊണ്ടിരിക്കുന്ന ഉത്ബോധനത്തിന്റെ പരിധിയിലേക്ക് വന്ന് നിങ്ങളുടെ ഹൃദയങ്ങൾ ലോലമായി കരയാൻ മുഅ്മിനീങ്ങളെ നിങ്ങൾക്ക് ഇനിയും സമയമായില്ലേ എന്ന ഖുർആനിന്റെ ചോദ്യം ജീവിതത്തിൽ വലിയ പരിവർത്തനങ്ങൾ ഉണ്ടാക്കിയ മുൻഗാമികളുണ്ട്. ചില്ലറക്കാരല്ല. വലിയ തിന്മയിൽ മുന്നോട്ട് പോയവർ പിന്നീട് ഇസ്ലാമിക പണ്ഡിത ലോകത്ത് നേതൃത്വത്തിലേക്ക് വരാൻ, പരിണമിക്കാൻ അവർക്ക് കാരണമായത് ഖുർആനിന്റെ ഈ ആയത്താണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിൽ കിട്ടുന്ന ഏറ്റവും അസുലഭമായ സമയമാണ്. ഇന്നലെ മെനിഞ്ഞാന്ന് രാത്രി മുതൽ പ്രകൃതിയിൽ സംഭവിച്ച മാറ്റങ്ങൾ നമ്മൾ അറിഞ്ഞിട്ടുണ്ടോ? അള്ളാഹു ആകാശ ലോകത്തെ സ്വർഗ കവാടങ്ങളെല്ലാം തുറന്നു വെച്ചിട്ടുണ്ട്, നരക കവാടങ്ങളെല്ലാം അടച്ചു വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ വഴിപേപ്പിക്കാൻ വേണ്ടി പരിശ്രമിക്കുന്ന പിശാചിനെ കെട്ടിയിട്ടിട്ടുണ്ട്. എന്നിട്ട് നമ്മളോട് വിളിച്ചു പറഞ്ഞിട്ടുണ്ട്, ഇനി മനസ്സിൽ നന്മയുണ്ടെങ്കിൽ മുന്നോട്ട് വന്നോളൂ, ഇത് നിങ്ങൾക്കുള്ള സമയമാണ്. നന്മകളുടെ പ്രതിഫലം റഹ്മാനായ റബ്ബ് ഇരട്ടിയാക്കി തരുന്ന സമയമാണ്. റമദാനിനെ എന്തെല്ലാം വിശേഷണത്തിലാണ് പ്രവാചകനും അതുപോലെ തന്നെ മുൻഗാമികളും ഒക്കെ നമ്മളെ പരിചയപ്പെടുത്തിയിട്ടുള്ളത്. ഇത് അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ അടയാളമാണ്. അവനവന്റെ അടിമകളോട് നടത്തുന്ന, അവനവന്റെ അടിമകളോട് സ്വീകരിക്കുന്ന കാരുണ്യത്തിന്റെ അടയാളമായി റമദാനിനെ സംവിധാനിച്ചിരിക്കുകയാണ്. റമദാനിന്റെ രാവിലും പകലിലും പാപങ്ങൾ പൊറുക്കപ്പെടും. റമദാനിന്റെ എല്ലാ രാത്രിയിലും നരകത്തിൽ നിന്ന് മോചനം നൽകപ്പെടും. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കേണ്ട സമയത്താണ് നമ്മൾ ഉള്ളത് എന്നതിൽ തർക്കമില്ല. നിസ്കാരത്തിന്റെ നിർബന്ധമായ നമ്മൾ നിർവഹിക്കേണ്ട കാര്യങ്ങളുടെ വിഷയത്തിൽ നിന്ന് തുടങ്ങി ഒരു പുനരാലോചന നമ്മൾ നടത്താൻ ഈ സമയത്തെ നമ്മൾ ഉപയോഗപ്പെടുത്തണം. നോമ്പ് തന്നെ അതിനേറ്റവും നല്ല കർമ്മമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചല്ലോ. തിന്മകളെ എല്ലാ പരിസരങ്ങളിൽ നിന്നും നമ്മളെ സംരക്ഷിക്കാൻ പോകുന്ന കവചയാണ് നോമ്പെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. നമ്മുടെ മനസ്സ് ആഗ്രഹിക്കുന്ന ശഹവാത്തുകളുണ്ട്, നമ്മുടെ മനസ്സ് കൊതിക്കുന്ന തിന്മയുടെ മേഖലകളുണ്ട്. അതിലേക്ക് പോകാതെ മനസ്സിനെ കടിഞ്ഞാണിട്ട് വെക്കാൻ
നോമ്പ് പര്യാപ്തമാകും. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിച്ചല്ലോ, അസ്വയാമു ജുന്നത്തുൻ, നോമ്പ് പരിചയാണ്. എന്തിൽ നിന്ന് പരിചയാണ്? എല്ലാ വിധത്തിലുമുള്ള തിന്മയുടെ പ്രലോഭനങ്ങളിൽ നിന്ന് നോമ്പ് പരിചയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പഠിപ്പിച്ച ഹദീസ് നമുക്ക് കാണാം. പലവട്ടം ഈ മിമ്പറിൽ നമ്മൾ ഉണർത്തിപ്പോയിട്ടുള്ളതാണ്. മൻ ലം യദഅ ഖൗല സൂരി വൽ അമല ബിഹി ഫലൈസ ലില്ലാഹി ഹാജത്തുൻ ഫീ അൻ യദഅ തുആമഹു വശറാബഹു. നോമ്പിന്റെ ആത്മാവ് എന്നത് പകൽ മുഴുവൻ ഭക്ഷണവും വെള്ളം കുടിക്കുന്നില്ല, ഭക്ഷണം കഴിക്കുന്നില്ല, വെള്ളം കുടിക്കുന്നില്ല, അന്നപാനീയങ്ങൾ മാറ്റി നിർത്തുന്നു എന്നതല്ല നോമ്പിന്റെ ആത്മാവ്. നോമ്പ് ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ നമ്മൾ എന്തിനാണ് നോമ്പ് നോക്കുന്നത്? രാവിലെ മുതൽ വൈകുന്നേരം വരെ ഭക്ഷണം കഴിക്കാതെ വെള്ളം കുടിക്കാതെ നമ്മൾ ഈ പ്രയാസം അനുഭവിക്കുന്ന എന്തിനാണ്? ഫമൻ ഷഹിദ മിൻകുമു ശഹ്റ ഫൽയസും. ഈ മാസത്തിൽ ആരെങ്കിലും സന്നിഹിതരായാൽ, ആഫിയത്തോടുകൂടെ നിങ്ങൾ ഉണ്ടെങ്കിൽ നോമ്പനുഷ്ഠിക്കണമെന്ന സർവ്വലോക സൃഷ്ടാവായ റഹ്മാനായ റബ്ബിന്റെ കൽപ്പന ഒന്ന് മാത്രമാണ് നമ്മൾ പിടിക്കുന്ന നോമ്പിന്റെ ഉദ്ദേശം. അല്ലാതെ ഒന്നുമല്ലല്ലോ. നമുക്ക് വളരെ അത്യാവശ്യമായ വെള്ളം നമ്മൾ കുടിക്കുന്നില്ല. നമുക്ക് വളരെ അത്യാവശ്യമായ വെള്ളം കയ്യെത്തും ദൂരത്തുണ്ടെങ്കിലും നമ്മൾ അത് ഉപയോഗിക്കുന്നില്ല. എന്തിന്? അള്ളാഹു കൽപ്പിച്ചതിന്റെ പേരിൽ. സഹോദരങ്ങളെ, ആ അള്ളാഹുവിന്റെ കൽപ്പന ഈ ഭാഗത്ത് മാത്രമല്ലല്ലോ നിലകൊള്ളുന്നത്. തിന്മകളെ, അള്ളാഹു ഹറാമാക്കിയ കാര്യങ്ങളെക്കുറിച്ച് എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്? അലാ വ ഇന്ന ഹിമല്ലാഹി മഹാരിമുഹു. നിങ്ങൾ അറിയണം, അള്ളാഹു സുരക്ഷിതമാക്കി വെച്ചിട്ടുള്ള അവന്റെ അതിർവരമ്പുകളാണ് അവൻ ഹറാമ നിഷിദ്ധമാക്കിയ കാര്യങ്ങൾ. അതുകൊണ്ട് അതിന്റെ അടുത്തേക്ക് പോകാൻ പാടില്ല. ആരെങ്കിലും അതിന്റെ അടുത്തേക്ക് പോയാൽ, അത് സംശയമായി തോന്നുന്നിടത്തേക്കെങ്കിലും പോയാൽ, അവൻ അവിടെ ചെലവഴിച്ചാൽ മറിഞ്ഞു വീണു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഫമൻ ഇത്തഖ ശുബ്ഹാത് ഫഖദ് ഇസ്തബറഅ ലിദീനിഹി വഇർളിഹി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചല്ലോ. അഭിമാനവും ദീനും കാത്തു സൂക്ഷിക്കണമെങ്കിൽ ആ അതിർവരമ്പിന്റെ അടുത്തേക്ക് പോകാതെ സൂക്ഷിക്കണമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് കൽപ്പിച്ചിട്ടുള്ളത്. ആ കൽപ്പനയെ പാലിക്കാൻ ഈ നോമ്പ് കൊണ്ട് കഴിയില്ലെങ്കിൽ പിന്നെ വിശപ്പും ദാഹവും സഹിക്കുന്നത് കൊണ്ട് യാതൊരു അർത്ഥവുമില്ല. ഹറാമാക്കിയ കാര്യങ്ങളെ കണ്ടുകൊണ്ട് നിയന്ത്രിക്കാൻ നമുക്ക് പറ്റുന്നില്ലെങ്കിൽ, തിന്മകളുടെ ആഗ്രഹങ്ങളെ മനസ്സിൽ നിന്ന് വിലക്കാൻ നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ, മോശത്തരങ്ങൾ പറയുന്നിടത്ത് മാറി നിൽക്കാൻ നമുക്ക് പറ്റുന്നില്ലെങ്കിൽ, ജോലിസ്ഥലത്തോ പൊതുവിടത്തും അള്ളാഹു ഹറാമാക്കിയ ബന്ധങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ നമുക്ക് പറ്റുന്നില്ലെങ്കിൽ, പിന്നെ പകൽ രാവാകുവോളം വിശപ്പ് സഹിച്ചിട്ടൊരു കാര്യവുമില്ല. റബ്ബിന് വേണ്ട എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് ഈ കാരണം കൊണ്ട് ഞാൻ കുറെ തിന്മൊക്കെ ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ പകൽ സമയത്ത് വെള്ളവും ഭക്ഷണവും കഴിക്കാമെന്നൊരാൾക്ക് തീരുമാനിക്കാൻ പാടുണ്ടോ? ഇല്ല. നോമ്പ് പിടിക്കൽ നിർബന്ധ. പക്ഷെ ആ നോമ്പിന് അള്ളാഹു കണക്കാക്കിയ ഒരു പ്രതിഫലമുണ്ട്. ഈ ദുനിയവിയായ ക്ലേശങ്ങളൊക്കെ സഹിച്ച് നമ്മൾ പ്രയാസപ്പെടുന്നത് എന്തിനാണ്? അള്ളാഹുവിനെ കണ്ടുമുട്ടുമ്പോൾ സന്തോഷമുണ്ടാകണം, അള്ളാഹു വിചാരണക്കെടുക്കുമ്പോൾ എന്റെ കർമ്മങ്ങളിൽ പൂർത്തീകരണം ഉണ്ടാകണം, റബ്ബ് എന്നോട് കാരുണ്യത്തോടെ സംസാരിക്കണം, റഹ്മാനായ റബ്ബ് എന്നെ സംസ്കരണത്തിന്റെ നോട്ടം നോക്കണം. അത് കിട്ടാതെ പോകും. എപ്പോ നോമ്പൊക്കെ പിടിക്കണുണ്ട്, രാവിലെ മുതൽ വൈകുന്നേരം വെള്ളവും ഭക്ഷണമൊന്നുമില്ല, പക്ഷേ കണ്ണിനെ നിയന്ത്രിക്കുന്നില്ല, നാവിനെ നിയന്ത്രിക്കുന്നില്ല, ബന്ധങ്ങളെ നിയന്ത്രിക്കുന്നില്ല. അള്ളാഹു ഹറാമാക്കിയ കൊടിയ കാര്യങ്ങൾ ജീവിതത്തിന്റെ രഹസ്യവും പരസ്യവുമായ മേഖലകളിൽ ഒളിഞ്ഞും പാത്തുമൊക്കെ കൊണ്ടു നടന്ന്, മനസ്സിൽ വികൃതമായ ചിന്തകളെ കൊണ്ടു നടന്ന്, പകൽ സമയം നല്ല നിലക്ക് ഉപയോഗിക്കാൻ മെനക്കെടാതെ അതങ്ങനെ അഴകുഴമ്പൻ മട്ടത്തിൽ തള്ളി നീക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ദുനിയാവും ആഖിറവും നഷ്ടമാണ്. ഖസറത് ദുനിയ വൽ ആഖിറ എന്ന് ഖുർആൻ പറഞ്ഞല്ലോ. ദുനിയാവിൽ പട്ടിണി സഹിച്ചത് മിച്ചം, പരലോകത്ത് ഇതിന്റെ പ്രതിഫലത്തെക്കുറിച്ച് ആഗ്രഹിക്കാൻ പോലും കഴിയാത്ത വിദൂരതയിലേക്ക് അവർ നീട്ടപ്പെടുകയും ചെയ്യും. അതുകൊണ്ട് റമദാൻ നമ്മളെ സംസ്കരിക്കേണ്ടത് സ്വഭാവത്തിലാണ്. നമ്മൾ അള്ളാഹുവിലേക്ക് അടുക്കാൻ ഈ റമദാനിനെ സ്വീകരിക്കാനും അത് ഉപയോഗിക്കാനും നമുക്ക് സാധിക്കണം. അതോടൊപ്പം റമദാനിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ടത് അത് ഖുർആനിന്റെ കാര്യത്തിലാണ് എന്നതിൽ സംശയമില്ലല്ലോ. ഒരു ദിവസം 24 മണിക്കൂറിൽ ഒരു ഖത്തം ഓതി പൂർത്തിയാക്കുക എന്ന് പറഞ്ഞാൽ ഏകദേശം നോക്കൂ, 30 ജുസ്, ഒരു ജുസ് 20 പേജുകൾ വരും, ഒരു ജുസ് 20 പേജുകൾ വരും. അങ്ങനെ 30 ജുസ് ഒരു ദിവസം പൂർത്തിയാക്കാൻ നമുക്കുള്ള അതേ 24 മണിക്കൂറുള്ള ആളുകൾക്ക്, മുൻഗാമികൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. ബർക്കത്താണ് വിഷയം. സമയത്തിൽ ബർക്കത്തുണ്ടാവുക എന്നതാണ് വിഷയം. അതുണ്ടാവുക എപ്പോഴാണ്? തഖ്വയുണ്ടാകുമ്പോഴാണ്. അതുകൊണ്ട് നമ്മുടെ സമയം പരിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെടുത്തി റമദാനിൽ കൊണ്ടുപോകുക എന്നത് നിർബന്ധമായ കാര്യമാണ്. ഒരു വട്ടം ഖത്മ പൂർത്തിയാക്കിയാൽ, ഒരു വട്ടം ഖുർആന്റെ 30 ജുസ് പാരായണം ചെയ്താൽ അവർക്ക് കിട്ടുന്ന കൂലിയുടെ വലിപ്പത്ര നമ്മൾ കണക്ക് കൂട്ടി നോക്കിയിട്ടുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ഒരു ഹർഫിന് 10 കൂലിയാണ്. വല അഖൂലു അലിഫ് ലാം മീം ഹർഫുൻ വലാകിൻ അലിഫുൻ ഹർഫുൻ വലാമുൻ ഹർഫുൻ വമീമുൻ ഹർഫുൻ. അലിഫ് ലാം മീം എന്ന സൂറത്തുൽ ബഖറയിലെ ആദ്യ ഭാഗം പാരായണം ചെയ്യുന്ന ഒരാൾ, ഒരായത്ത് പാരായണം, ഒരു ഹർഫല്ല അത്.
അലിഫ് ലാം മീം എന്ന് പാരായണം ചെയ്താൽ 3 ഹർഫുകളാണ്, 30 പ്രതിഫലമാണ്. 30 പ്രതിഫലം എന്ന് പറഞ്ഞാൽ അള്ളാഹു നന്മകൾക്ക് നൽകുന്ന പ്രതിഫലം 70 മുതൽ അവിടെ നിന്ന് അങ്ങോട്ട് ഇരട്ടികളായിട്ടാണ്. ആ ഇരട്ടികളെ കുറിച്ച് നമുക്ക് ഗുണിച്ചു നോക്കാൻ കഴിയുന്നതല്ല. എന്നാലും പ്രാഥമികമായ കണക്കെടുത്താൽ തന്നെ ഒരു ഹർഫിന് 10 പ്രതിഫലം വെച്ച് കൂട്ടിയാൽ പരിശുദ്ധ ഖുർആനിലെ എല്ലാ ആയത്തുകളും പാരായണം ചെയ്ത് ഒരു ഹർഫ് പൂർത്തിയാക്കിയാൽ മില്യണുകളാണ് അവന്റെ പ്രതിഫലം. മില്യണുകൾ എന്ന് പറഞ്ഞാൽ അവിടെ ഒതുങ്ങുന്നില്ല. 70 മുതൽ അതിനിരട്ടിയായി വർദ്ധിക്കുന്ന പ്രതിഫലാണ് അവന് കിട്ടുക. റമദാനിൽ ഒരു ഖത്മെങ്കിലും പൂർത്തിയാക്കാൻ പറ്റാത്തവർ, ശഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട മാസം, അതാണ് ഈ റമദാനിൽ നോമ്പനുഷ്ഠിക്കാൻ തന്നെ കാരണമായത്. ഈ നന്മകളുടെ എല്ലാം അടിസ്ഥാനമായത് അത് ഖുർആനിന്റെ അവതരണത്തിന്റെ മാസമായി എന്നതുകൂടെയാണ്. എന്നിട്ട് ഖുർആനുമായി അടുപ്പമുണ്ടാക്കാൻ നമുക്ക് പറ്റുന്നില്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു ഹദീസ് മാത്രം ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അസ്സിയാമു വൽ ഖുർആൻ യുശഫിആനി ലി അസ്ഹാബിഹി. ഖുർആനും നോമ്പും അതിന്റെ ആളുകൾക്ക് വേണ്ടി അള്ളാഹുവിനോട് സാക്ഷി പറയും. ഒന്നുകിൽ അവർക്ക് അനുകൂലമായി സാക്ഷി പറയും, അല്ലെങ്കിൽ അവർക്ക് വിപരീതമായി സാക്ഷി പറയും. സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഓളം വെച്ച് അതിങ്ങനെ കടന്നു പോകുന്ന രീതി അനുസരിച്ച് ഖുർആനും നോമ്പും നമുക്ക് വേണ്ടി സാക്ഷി പറയുമോ, അതല്ല നമുക്കെതിരായി സാക്ഷി പറയുമോ? നമുക്ക് മാത്രം അറിയാവുന്ന നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഇതിന് ഉത്തരം കണ്ടെത്താൻ നമുക്ക് പറ്റും. നഷ്ടക്കാരിൽ പെട്ടുപോകാൻ പാടില്ല. എല്ലാ നിലക്കും നമ്മുടെ ഈ ചിന്തകളിൽ നിന്ന് അകറ്റുക എന്നത് പൈശാചികമായി ഉദ്ദേശിക്കപ്പെടുന്ന കാര്യമാണ്. അതിന് നല്ല ക്ഷമയും നല്ല നിശ്ചയദാർഢ്യവും ഉണ്ടാകണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ റമളാനിനെ പരിചയപ്പെടുത്തിയതും അതിനെ വിശേഷിപ്പിച്ചതും ഷഹ്റു സ്വബ്ർ എന്നാണ്. ക്ഷമയുടെ കാലഘട്ടം, ക്ഷമയുടെ മാസം എന്നാണ് പരിചയപ്പെടുത്തിയത്. ആ ക്ഷമ വേണ്ടത് ഒന്നാമതും രണ്ടാമതും മൂന്നാമതും നമുക്ക് വിശപ്പ് സഹിക്കാൻ പറ്റുമെങ്കിൽ, നമുക്ക് അത്യന്തം നിർബന്ധമായ ദാഹം, കയ്യകലെ വെള്ളം ഉണ്ടായിട്ടും കാത്തു സൂക്ഷിക്കാൻ പറ്റുമെങ്കിൽ അള്ളാഹു നമ്മളെ പഠിപ്പിക്കുന്നത് നമുക്ക് എല്ലാ തിന്മകളോടും മാറി നിൽക്കാൻ പറ്റും. മനസ്സതിന് സാധിക്കും. ആ ക്ഷമ കൊണ്ടുവരാൻ നമുക്ക് പറ്റുമെന്ന് കയ്യെത്തും ദൂരെയുള്ള വെള്ളം കുടിക്കാതെ രാവിലെ മുതൽ വൈകുന്നേരം വരെ കൊണ്ടുപോകുന്ന വിശ്വാസികളെ തിന്മകളിൽ നിന്ന് മാറി നിൽക്കാൻ നമുക്ക് സാധിക്കുമെന്ന് നമ്മളെ പഠിപ്പിക്കുകയാണ്. അതുമൂലം ചെയ്യുക. സ്വബറാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ തിന്മകളിൽ നിന്ന് മാറി നിൽക്കാൻ നല്ല ക്ഷമ വേണം. പരിഹാസങ്ങളോട് പോസിറ്റീവായി നിൽക്കാൻ നല്ല ക്ഷമ വേണം. മനസ്സാഗ്രഹിക്കുന്നിടത്തേക്ക് പോകാതെ അള്ളാഹുവിന്റെ കൽപ്പനക്കും തൃപ്തിക്കും അനുസരിച്ച് ജീവിതത്തെ ക്രമീകരിക്കാൻ നല്ല ക്ഷമ ആവശ്യമുണ്ട്. ആ ക്ഷമ കൂടെയാണ് ഈ റമദാനിൽ നമ്മൾ കരസ്ഥമാക്കി എടുക്കേണ്ടത്. അങ്ങനെ ഖുർആൻ പാരായണത്തിന്റെയും ആ അമലുകളുടെയും ഒക്കെ വിഷയത്തിൽ മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. ഇസ്തിഗ്ഫാറും തൗബയും വർദ്ധിപ്പിക്കാൻ ഇതിനേക്കാൾ പറ്റിയ സമയം വേറെ ഇല്ലല്ലോ. നമുക്ക് ഭക്ഷണം കഴിക്കുന്നില്ല എന്നത് മാത്രമല്ല, അങ്ങനെ നമ്മൾ മാറി നിൽക്കുമ്പോൾ തന്നെ ഒരുപാട് സമയം നമുക്ക് ഫ്രീ ആയി കിട്ടുന്നുണ്ട്. ആ സമയത്തെ ഉപയോഗിക്കുന്നിടത്ത് നമ്മൾ എന്താക്കണം? ആ മുൻഗണനാക്രമങ്ങൾ വരുത്തണം. അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാറും തൗബയും ചോദിക്കാത്ത ഒരു സമയം, ഒരു ദിവസം റമദാൻ നിർബന്ധമായും ഉണ്ടായി പോകാൻ പാടില്ല. നമ്മളൊക്കെ ചെയ്ത തിന്മകളെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. അറിയാതെയും ചെയ്തു പോയ തിന്മകളും നമുക്കൊക്കെയുണ്ട്. ആർക്കെങ്കിലും പറയാൻ പറ്റുമോ, എന്റെ മരണം സംഭവിച്ചാൽ, എന്റെ കർമ്മങ്ങൾ അള്ളാഹു വിചാരണക്കെടുത്താൽ ഞാൻ ക്ലിയറാണ് എന്ന് പറയാൻ ആർക്കാണ് സാധിക്കുക? തിന്മകൾ സംഭവിച്ചു പോകാത്തവർ ആരിലാണുള്ളത്? എല്ലാവർക്കും ഉണ്ടല്ലോ. അത് അള്ളാഹുവിനോട് ഏറ്റു പറയാൻ ഇതിനേക്കാൾ നല്ല സമയം വേറെയില്ല. അതുകൊണ്ട് ഇസ്തിഗ്ഫാറും തൗബയും വർദ്ധിപ്പിക്കാൻ ഈ സമയങ്ങളിൽ നമ്മൾ മുൻഗണന കൊടുക്കണം. പ്രത്യേകിച്ചും ഇഫ്താറിന്റെ സമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ ആ സമയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രാർത്ഥനകൾ തട്ടിക്കളയുകയില്ല. ആ തട്ടിക്കളയാത്ത അള്ളാഹു പ്രാർത്ഥന സ്വീകരിക്കുന്ന സമയം മറ്റു തിരക്കുകളായി പോകാതെ, അശ്രദ്ധയിലായി പോകാതെ ഒരു 5-10 മിനിറ്റ് നമുക്ക് വേണ്ടി മാറ്റിവെക്കാൻ ശ്രദ്ധിക്കണം. നമ്മുടെ പരലോകത്തെക്കുറിച്ച്, നമ്മുടെ ഖബറിനെ കുറിച്ച്, നമ്മുടെ മരണത്തെക്കുറിച്ച്, നമ്മുടെ ആഖിറത്തിനെ കുറിച്ച്, സ്വർഗനരകങ്ങളെ കുറിച്ച്, വിചാരണയെക്കുറിച്ച് റഹ്മാനായ റബ്ബിനോട് തുറന്നു പറയാനുള്ള സമയമായി അത്ര സമയങ്ങൾ മാറ്റിവെക്കാൻ സാധിക്കണം. അങ്ങനെ അള്ളാഹുവിനോട് അടുക്കാൻ നമുക്ക് കഴിയണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹുവിനെ കുറിച്ച് ചോദിച്ചാൽ പറയാൻ പറഞ്ഞ ആയത്തിൽ ഖുർആനിൽ നമ്മളെ പഠിപ്പിക്കുന്നുണ്ടല്ലോ, ഫഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ് ഉജീബു ദഅവത ദാഇ ഇദാ ദഅൻ. നോക്കൂ, റമളാനിൽ എന്തെല്ലാം പുതിയ കാര്യങ്ങൾ ചെയ്യാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. പുതിയെന്ന് പറഞ്ഞാൽ അതിനു മുമ്പ് ഇല്ലാത്തതല്ല. റമളാനിൽ കൂടുതൽ ജാഗ്രതയോടുകൂടെ ചെയ്യാൻ പഠിപ്പിച്ച കാര്യം, ഖുർആൻ പാരായണം ആർക്കു വേണ്ടിയാണ് നിർവഹിക്കുന്നത്? അള്ളാഹുവിന് വേണ്ടിയാണ്. നോമ്പ് ആർക്കു വേണ്ടിയാണ് നിർവഹിക്കുന്നത്? അള്ളാഹുവിന് വേണ്ടിയാണ്. അതുപോലെ തന്നെ സ്വതക്കയും സക്കാത്തുകളും ആർക്കു വേണ്ടിയാണ് നിർവഹിക്കുന്നത്? അള്ളാഹുവിന് വേണ്ടിയാണ്. രാത്രി നിസ്കാരം ആർക്കു വേണ്ടിയാണ് നിർവഹിക്കുന്നത്? അള്ളാഹുവിന് വേണ്ടിയാണ്. അള്ളാഹുവിന് വേണ്ടിയല്ലാതെ എന്തെങ്കിലും ഒരു കർമ്മം ചെയ്യാൻ ഈ റമളാനിലെ പ്രത്യേകമായ ദിവസങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോ സ്വഹാബികളോ മുൻഗാമികളോ പഠിപ്പിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. എല്ലാ പ്രയത്നങ്ങളും പരിശ്രമങ്ങളും അള്ളാഹുവിന്റെ വജൂഹ് ഉദ്ദേശിച്ചുകൊണ്ട് മാത്രമാണ്. റബ്ബ് പറയാണ്, എന്നെക്കുറിച്ച് എന്റെ അടിമകൾ റബ്ബ് പ്രവാചകരെ താങ്കളോട് ചോദിച്ചാൽ പറയണം, ഞാൻ അവരോട് ഏറ്റവും അടുത്തു നിൽക്കുന്നവനാണ്. നമ്മൾ വിശ്വസിക്കുന്നതിനേക്കാൾ, നമ്മൾ കരുതുന്നതിനേക്കാൾ, നമ്മൾ സങ്കല്പിക്കുന്നതിനേക്കാൾ നമ്മുടെ ജീവിതത്തോട് തൊട്ടുചേർന്ന്
നമ്മുടെ സ്രഷ്ടാവ് നമ്മുടെ കൂടെയുണ്ട്. ഖരീബാണ്, ഏറ്റവും അടുത്തു നിൽക്കുന്നവനാണ്. എന്നോട് ചോദിക്കട്ടെ, ഞാൻ അവരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാമെന്ന് ലോകത്തിന്റെ സ്രഷ്ടാവായ, എല്ലാത്തിനും കഴിവുള്ളവനായ, നമ്മുടെ അവസ്ഥകളെ സംവിധാനിക്കുന്നവനായ റബ്ബ് നമുക്ക് നൽകുന്ന വാക്കിനേക്കാൾ മനുഷ്യരെ വിശ്വസിക്കാൻ നമുക്ക് വേറെ വാക്കുകളുണ്ടോ? അതുകൊണ്ട് റമദാനിലാകട്ടെ, റമദാനിൽ നമ്മൾ കൂടുതൽ പഠിപ്പിക്കുന്ന കാര്യം അതാണ്. അള്ളാഹുവിനോട് മാത്രം, അവന്റെ തൃപ്തി മാത്രം, അവനോട് മാത്രം തേടാനും അവനിൽ നിന്ന് ആശിച്ചു മാത്രമാണ് ഇത്രയും പ്രയത്നങ്ങൾ നമ്മൾ എടുക്കുന്നത്. അതിന് റബ്ബ് നമ്മളോട് പറയാണ്, നമ്മളോട് ഏറ്റവും സമീപസ്ഥനായി റഹ്മാനായ റബ്ബ് നമ്മുടെ കൂടെയുണ്ട്. ചോദിക്കട്ടെ, ഞാൻ എന്റെ അടിമകൾക്ക് നൽകും. ഇതുപോലെ ഉറപ്പ് ലോകത്തെ സൃഷ്ടിച്ച സ്രഷ്ടാവ് പറയുമ്പോൾ പിന്നെ നമ്മൾ എന്തിനാണ് മറ്റുള്ളവരെ അവലംബിക്കുന്നത്? നമ്മുടെ തേട്ടവും ചോദ്യവും ആഗ്രഹവും പ്രതീക്ഷയും ഒക്കെ പരിമിതികളും അതുപോലെ തന്നെ നഷ്ടങ്ങളും ഒക്കെയുള്ള, ന്യൂനതകൾ ഒരുപാടുള്ള മനുഷ്യരെ നമ്മൾ അവലംബിക്കുന്നത്? മരിച്ച നമ്മുടെ ജീവിതത്തോട് ഒരിക്കലും ഇടപെടാൻ കഴിയില്ല എന്ന് 100% ഉറപ്പുള്ളവരെ നമ്മൾ അവലംബിക്കുന്നത്, നമ്മളോട് ചേർന്ന്, നമ്മളോടൊപ്പം, നമ്മൾ വിശ്വസിക്കുന്നതിനേക്കാൾ, നമ്മൾ സങ്കല്പിക്കുന്നതിനേക്കാൾ നമ്മളോട് സമീപസ്ഥനായി റഹ്മാനായ റബ്ബ് നമ്മുടെ കൂടെയുണ്ട്. അതുകൊണ്ട് മനുഷ്യരോട് പറയുന്നതിനേക്കാൾ അപ്പുറം അള്ളാഹുവിനോട് നമ്മുടെ പരാതികളെ, ബുദ്ധിമുട്ടുകളെ പറഞ്ഞോളൂ, അവിടെ പരിഹാരം ഉണ്ടാകുമെന്ന് ഉറപ്പായി ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെ പ്രാർത്ഥനയുടെയും നന്മയുടെയും ഒക്കെ വിഷയത്തിൽ മുന്നോട്ട് പോയി ഈ റമദാൻ ഉപയോഗപ്പെടുത്തുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ വേണ്ടി പരിശ്രമിക്കുക. റഹ്മാനായ റബ്ബ് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വബിഹി നസ്തഈൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി വമൻ വാലാ യാ അയ്യുഹന്നാസ് ഊസികും വഇയ്യായ സാനിയൻ ബിത്തഖ്വല്ലാഹ്. റമളാനിൽ നമ്മുടെ കർമ്മങ്ങളെ സൂക്ഷ്മതയോടുകൂടെ നിർവഹിക്കണമെന്നതാണ് സൂചിപ്പിച്ചത്. റമളാൻ ഒരിക്കലും ഒരു ആഘോഷമല്ല. റമളാൻ നമ്മളെ സംസ്കരിക്കേണ്ട, അള്ളാഹുവിനോട് നമ്മൾ അടുക്കേണ്ട സമയമാണ്. എത്ര തന്നെ പുഴുക്കുത്തുകൾ ജീവിതത്തിൽ വന്നുപോയ ആളുകളാണെങ്കിലും, ഏത് രൂപത്തിലുള്ള തിന്മകൾ ജീവിതത്തിൽ നിന്ന് സംഭവിച്ചവരാണെങ്കിലും അവർക്ക് മടങ്ങി വരാൻ പറ്റുന്ന സമയമായി അള്ളാഹു സംവിധാനിച്ചിട്ടുള്ളതാണ് റമളാനിനെ. ഖുർആൻ നമ്മളോട് പറയുന്നുണ്ടല്ലോ, ലാ തഖ്നതു മിർ റഹ്മത്തില്ലാ ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിർ റഹ്മത്തില്ലാ. സ്വന്തത്തോട് തന്നെ അതിക്രമം ചെയ്ത് എന്ത് തിന്മകളുടെ പിന്നാലെ പോയവരാണെങ്കിലും അവരോട് പറയുക, ലാ തഖ്നതു മിർ റഹ്മത്തില്ലാ, അള്ളാഹുവിന്റെ കാരുണ്യത്തെ തൊട്ട് നിങ്ങൾ നിരാശരാകേണ്ടതില്ല. അള്ളാഹു ഇന്നല്ലാഹു യഗ്ഫിറു ദുനൂബ ജമീഅ, എല്ലാ കാര്യങ്ങളെയും വിട്ടുപുറത്തു തരാൻ അള്ളാഹു തയ്യാറാണ്. അവൻ അതിന് കൊതിക്കുന്നവനാണ്. അടിമകൾ അത് ചെയ്യുന്നതിനെ റബ്ബിന് ഭയങ്കര ഇഷ്ടവുമാണ്. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു നിലക്കുമുള്ള ഒരു തെറ്റിദ്ധാരണ അല്ലെങ്കിൽ ഒരു നഷ്ടബോധം ഒരു വിശ്വാസിയെ അലട്ടുകയില്ല. അവന് മുന്നോട്ട് പോകാനുള്ള പര്യാപ്തമായ എല്ലാ മോട്ടിവേഷനാണ് ഈ സമയത്ത് നമുക്ക് ഉണ്ടാകേണ്ടത്. ഒപ്പം തന്നെ റമദാൻ ഒരു ആഘോഷമല്ല. ചില ആളുകൾ അങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. റമദാന്റെ 2-3 കഴിഞ്ഞാൽ പിന്നെ മുഴുവൻ ഇഫ്താറുകളുടെ കരഘോഷങ്ങളാണ്, പരിപാടികളുടെ കരഘോഷങ്ങളാണ്. ഈ പരിപാടികൾ നടക്കുന്നത് എന്താണ്? നേരത്തെ പറഞ്ഞതുപോലെ മല്ലം യദഅ ഖൗല സൂരി വൽ അമല ബിഹി ഫലൈസ ലില്ലാഹി ഹാജത്തുൻ ഫീ അൻ യദഅ തുആമഹു വശറാബഹു. നോമ്പ് നോക്കുന്നതിന്റെ ലക്ഷ്യം തഖ്വ നേടുക എന്നുള്ളത് മാത്രമാണ്. നോമ്പ് തുറ പരിപാടികൾ സംഘടിപ്പിക്കുന്നതിലൂടെ ഉണ്ടാകുന്നത് എന്താണ്? ആ നോമ്പ് തുറയുടെ വിഷ്വലുകൾ പിടിച്ച് അത് സോഷ്യൽ മീഡിയയിൽ ഇടുക. എങ്ങനെ? ഹറാമായി മ്യൂസിക്കിന്റെ അകമ്പടിയോടുകൂടെ. അവിടെ ആണും പെണ്ണും വ്യത്യാസമില്ല, മഹ്റം എന്ന വ്യത്യാസമില്ല. അവിടെ വരുന്നതിനും പോകുന്നതിനും ഒന്നും അള്ളാഹു വെച്ച വിധിവിലക്കുകളോ അതിർവരമ്പുകളോ ഒന്നും പരിഗണിക്കുന്നില്ല. അങ്ങനെ നോമ്പ് നോറ്റിട്ട് എന്താണ് കാര്യം? അങ്ങനെ നോമ്പ് നോക്കുന്നത് കൊണ്ട് എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്? നെറ്റിത്തളം താഴെ വെച്ച് സുജൂദ് ചെയ്യുന്ന അള്ളാഹുവിന്റെ തൃപ്തിയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ അവൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം മുഖവിലക്കെടുക്കാൻ നമുക്ക് പറ്റണം. ഹറാമുകൾ മാറി നിൽക്കുക എന്നുള്ളതാണ് റമദാൻ നമ്മളെ പഠിപ്പിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏത് തെമ്മാടിത്തരത്തിൽ നിന്നും കുളിച്ചു പോരാൻ പറ്റിയ സമയമാണിത്. പുകവലി ഒഴിവാക്കാൻ പറ്റിയ സമയമാണിത്. തോന്നിവാസങ്ങൾ ഒഴിവാക്കാൻ പറ്റിയ സമയമാണിത്. അതുപോലെ തന്നെ അള്ളാഹു ഹറാമാക്കിയ രൂപത്തിലുള്ള ബന്ധങ്ങൾ നമ്മൾ നിലനിർത്തുന്നുണ്ടെങ്കിൽ അത് മുറിച്ചിടാൻ പറ്റിയ സമയമാണിത്. എന്നിട്ട് ഇതൊക്കെ കീപ്പ് ചെയ്യുക, ഇതൊക്കെ ഉൾക്കൊള്ളുക. എന്നിട്ട് റമദാൻ അത് വേറൊരു നിലക്കുള്ള ആഘോഷം. നമ്മുടെ നാട്ടിലെ ആഘോഷം എന്ന് പറഞ്ഞാൽ ആഘോഷത്തിന്റെ ജ്വരാണ്. ഇപ്പൊ എല്ലാ സ്ഥലത്തും ഏതിനും ആഘോഷം. ജോലി സ്ഥലത്തും കളിക്കാരും ഒക്കെ കൂടി ആഘോഷത്തിന്റെ സർവമയത്തിൽ മുങ്ങി റമദാൻ വന്നാലും അതും ആഘോഷം. ആ ആഘോഷത്തിലും ആൺ പെണ്ണ് വ്യത്യാസമൊന്നുമില്ല. എന്താ മുസ്ലിങ്ങൾക്ക് അതില്ലേ? അള്ളാഹുവിന്റെ ഖുർആനും പ്രവാചകന്റെ ഹദീസും മഹറം എന്നൊരു വ്യവസ്ഥയെക്കുറിച്ച് നമ്മളെ പഠിപ്പിക്കുന്നില്ലേ? ആരൊക്കെയാണ് ഇടപെടേണ്ടത്, ഇടപെടാൻ പാടില്ലാത്തത് എന്ന് പഠിപ്പിക്കുന്നില്ലേ? മഹറമല്ലാത്തൊരു സ്ത്രീയും പുരുഷനും തമ്മിൽ സ്പർശിക്കുന്നതിന്റെ ഗൗരവത്തെക്കുറിച്ച് എന്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞത്? അവർ ബോധപൂർവം അങ്ങനെ സ്പർശിക്കുന്നതിനേക്കാൾ അവർക്ക് ഭേദം
തലമുകളിലൂടെ ആണിയടിച്ചിറക്കുന്നതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ അധ്യാപനത്തോട് നമ്മൾ കാണിക്കുന്ന കൂറെന്താണ്? എന്നിട്ട് പിന്നെ നമ്മൾ നോമ്പ് നോക്കുന്നത് കൊണ്ട് എന്താണ് നമ്മൾ അർത്ഥമാക്കുന്നത്? ഇതിൽ നിന്നൊക്കെ സുരക്ഷിതത്വത്തോടുകൂടെ നമ്മുടെ ജീവിതത്തെ സംസ്കരിക്കാനാണ് ഒരു വിശ്വാസി നോമ്പ് നോക്കേണ്ടത്. ഇപ്പൊ നോമ്പ് കാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, നിങ്ങളോടൊരാൾ തല്ലിടാൻ വന്നാൽ, നിങ്ങളൊരാൾ ആക്ഷേപിച്ചാൽ അവനോട് തിരിച്ചു പറയണം, ഞാൻ നോമ്പുകാരനാണ്, ഈ പണിക്ക് എന്നെ കിട്ടില്ല എന്ന് പറയാൻ. ഇത് ശാരീരികമായി നമ്മളെ പിന്നെ ഏതെങ്കിലും നിലക്ക് ഉപദ്രവിക്കുക, അല്ലെങ്കിൽ നമ്മൾ ആക്ഷേപത്തിന്റെ വാക്കുകൾ പറഞ്ഞ് നമ്മളെ ഇങ്ങോട്ട് സമീപിക്കുന്നവരോട് ഞാൻ ഇതിനില്ല, ഇതിന്റെ സമയമല്ല, ഇത് ഞാൻ എന്റെ റബ്ബുമായി അടുക്കാനുള്ള സമയമാണ്, ഞാൻ നോമ്പുകാരനാണ്, ഞാൻ സൂക്ഷ്മതയോടുകൂടി മാറി നിൽക്കുമെന്ന് പറയാനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം കൽപ്പിച്ചത്. ഇപ്പൊ ചേഷ്ടകൾ അല്ലെ, ആ നിലക്കുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടു നടക്കുക, റമദാൻ എന്നിട്ടൊരു സമ്പൂർണമായ ആഘോഷമാക്കി മാറ്റുക. അവരെ സംബന്ധിച്ചിടത്തോളം റമദാൻ അവസാനിക്കുമ്പോൾ അള്ളാഹുവിന്റെ മുന്നിൽ ഏറ്റുപറയാൻ, ഒരു നന്മയുള്ള കാലമായി ഇതിനെ മാറ്റിയെടുക്കാൻ അവർക്ക് സാധിക്കില്ല എന്ന് ഉറപ്പല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, മൻ അദറക റമളാൻ ഫലം യുഗ്ഫർ ലഹു. റമളാനിന്റെ രാവും പകലും ഒക്കെ അവന് കിട്ടിയിട്ട് അവന്റെ പാപങ്ങൾ പുറത്തു കൊടുക്കുന്നില്ല. രാത്രികാലം തറാവീഹും കഴിഞ്ഞാൽ പിന്നെ ചില ആളുകളൊക്കെ സംബന്ധിച്ചിടത്തോളം തറാവീഹേ ഇല്ല. നോമ്പ് തുറന്നു കഴിഞ്ഞാൽ പിന്നെ നാടൊട്ടുക്കും തുറക്കുന്ന റമളാനിലെ സ്പെഷ്യൽ സ്ഥലങ്ങളിൽ പോയി പിന്നെ ശരീരത്തിന് ഹാനികരായതും അല്ലാത്തതും ഒക്കെ കഴിച്ചും കുടിച്ചും ഒക്കെ സമയം അങ്ങനെ നീക്കുക. അല്ലാത്ത ചില ആളുകളൊക്കെ കൂടി ഇരുന്ന് സ്വറ പറയുക. എന്താ നമ്മൾ ഉദ്ദേശിക്കുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം റമളാനിൽ വരുമായിരുന്നത് രാത്രിയിലാണ് എന്ന ഹദീസിനെ ഉദ്ധരിച്ച് പണ്ഡിതന്മാർ പഠിപ്പിക്കുകയാണ്. ഒരു വിശ്വാസി റമളാന്റെ രാത്രിയിലാണ് അവന് ഖുർആൻ പാരായണത്തിന് കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടത്. എന്തുകൊണ്ടാണ് റമളാന്റെ പകലുണ്ടാകുമ്പോഴും ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം രാത്രി തന്നെ വന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മുദാറസത്ത്, പ്രവാചകന്റെ ഹിഫ്ള് പരിശോധിച്ചത്? ആ ഹദീസിനെ വിശദീകരിച്ച് പണ്ഡിതന്മാർ പഠിപ്പിക്കാണ്, രാത്രി സമയത്ത് ഖുർആൻ പാരായണത്തിന് മുസ്തഹബാണ് എന്ന് ഈ ഹദീസ് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വലില്ലാഹി ഉതഖഉ മിനൻ നാർ. റമളാൻ എത്തുന്നത് വരെയുള്ള കർമ്മങ്ങളുടെ ഏടനുസരിച്ച് നരകത്തിന് അവകാശിയാകാൻ പോന്ന ആളുകളെ അള്ളാഹു എല്ലാ രാത്രിയിലും നരകത്തിൽ നിന്ന് മോചിപ്പിക്കും. അതെ, റമളാന്റെ എല്ലാ രാത്രിയിലും അള്ളാഹു നരകമോചനത്തിന് ആളുകളെ തയ്യാറാക്കുമ്പോൾ നമ്മൾ അള്ളാഹുവിന് വഴങ്ങുന്നില്ല, നമ്മൾ റബ്ബിനോട് പ്രാർത്ഥിക്കുന്നില്ല. ഒരു പേജ് പോലും ഖുർആൻ ഓതാൻ നമുക്ക് അപ്പോൾ സമയമല്ല. നമ്മൾ അങ്ങാടിയിലാണ്, അപ്പോഴും ഹറാമുകളിലാണ്, അപ്പോഴും വൃഥാവിലായ സംസാരങ്ങളിലാണ്, അപ്പോഴും നാട് ചുറ്റുകയാണ്, അപ്പോൾ നമ്മൾ ആഘോഷിക്കുകയാണ്. അങ്ങനെയായി റമളാൻ ആഘോഷിച്ച് തീർക്കാൻ നമ്മൾ പാടില്ല. നമുക്ക് രാത്രി സമയം, അതിനർത്ഥം തറാവീഹൊക്കെ കഴിഞ്ഞാൽ തൊട്ടടുത്തോ എപ്പോഴെങ്കിലൊക്കെ ഒന്ന് പോയി ചാടിക്കാനോ മറ്റൊന്നും പറ്റില്ല എന്നൊന്നല്ല. പക്ഷേ റമളാൻ അതിനുള്ള ഒരു സമയമാക്കി മാറ്റാൻ പാടില്ല. റമളാൻ ഇങ്ങനെ ആഘോഷിച്ചുകൊണ്ട്, റമളാൻ ഒരു ആഘോഷമേ അല്ല. മറ്റു സമുദായക്കാരെ സംബന്ധിച്ചിടത്തോളം അവർ മനസ്സിലാക്കുന്ന റമളാൻ ഒരു സെലിബ്രേഷൻ ആണെന്നാണ്. അതുകൊണ്ട് റമളാനുമായി ബന്ധപ്പെട്ട് അങ്ങനത്തെ ഒരു ആഘോഷത്തിന്റെ മൂഡ് അവർക്ക് ചിലപ്പോൾ തോന്നുന്നുണ്ടാകും. നമ്മൾ ഖുർആനും ഹദീസും മനസ്സിലാക്കുന്നവരാണ്. നമ്മൾ മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട് എന്ന് വിശ്വസിക്കുന്നവരാണ്. ഇന്ന ഇലാ റബ്ബിക റുജ്അ എന്ന് ഖുർആൻ പറഞ്ഞല്ലോ. അള്ളാഹുവിന്റെ അടുക്കിലേക്കാണ് നമ്മളെ മടക്കം. ആ മടക്കത്തിന്റെ ആലോചിച്ച് നോക്കൂ. ഇത് അവസാനത്തെ റമളാൻ ആണെങ്കിൽ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ? ഇനി റമളാൻ നമുക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ, അങ്ങനെ ഇതൊരു ഹൈപ്പോത്തറ്റിക്കലായി പറയുന്നതല്ലല്ലോ. കഴിഞ്ഞ റമളാനിൽ അവസാനത്തെ ദിവസം കഴിഞ്ഞ് പെരുന്നാളിന്റെ ദിവസം സന്തോഷത്തോടെ നമ്മൾ കെട്ടിപ്പിടിച്ച നമ്മുടെ സഹോദരങ്ങൾ, സുഹൃത്തുക്കൾ പലരും ഇന്ന് നമ്മുടെ കൂടെ ഇല്ല. അവർ ആ സമയത്ത് രോഗികളല്ല, അവരാ സമയത്ത് മാറാരോഗത്തിന്റെ അടിമകളല്ല, അവരാ സമയത്ത് ഒരു മരണം മണക്കുന്ന മുറിയിൽ കെട്ടിക്കൂടി കിടന്നവരല്ല. അവരുടെ അവധിയിൽ അവർ മടങ്ങിപ്പോയിട്ടുണ്ട്. അവർക്ക് ഈ റമളാൻ കിട്ടിയിട്ടില്ല. അതുപോലെ റമളാൻ, അടുത്തൊരു കൊല്ലത്തെ റമളാൻ നമുക്കില്ലെങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ അവസാനത്തെ നോമ്പും റമളാനുമാണ് ഇതെങ്കിൽ, ഇതങ്ങനെ അടിച്ചാഘോഷിച്ചു പോകുന്നതിനപ്പുറത്ത് ചില തിരിച്ചറിവുകൾക്ക് ഇത് സമയമാകണം. അള്ളാഹുവിന്റെ അടുക്കലേക്കുള്ള മടക്കത്തിനുള്ള തയ്യാറെടുപ്പായി ഈ റമളാന്റെ ഒന്നാമത്തെ സമയത്തിലാണ് നമ്മളുള്ളത്. ശേഷിക്കുന്ന ദിവസങ്ങളിലെ പകലും രാത്രിയും എനിക്കു വേണ്ടി എന്ന അർത്ഥത്തിൽ ഉപയോഗപ്പെടുത്താൻ നമ്മൾ പരിശ്രമിക്കണം. റഹ്മാനായ റബ്ബ് അവൻ ഇഷ്ടപ്പെടുന്ന മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങൾ, ഇന്ന് നമ്മുടെ പള്ളിയിൽ കളക്ഷൻ എടുക്കുന്നത് തമിഴ്നാട്ടിലെ ഒരു സ്ഥാപനത്തിന് വേണ്ടിയിട്ടാണ്. മതപഠന സ്ഥാപനമാണ്. ജാമിയ അൽ ഹിന്ദിന്റെ കീഴിൽ നടക്കുന്ന ഒരു സ്ഥാപനം. നമുക്കറിയാം, ഈ കാലത്ത് കഴിഞ്ഞ ഖുത്ബയിൽ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഈ കാലത്ത് മതപഠനത്തിന് വലിയ പ്രാധാന്യമുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഉള്ളത്. ഖിയാമത്ത് നാളോട് അടുക്കുന്ന വേളയിൽ അറിവില്ലായ്മ വർദ്ധിക്കും. അതിന് മറുമരുന്ന് ഒന്നേയുള്ളൂ, കൃത്യമായ പഠനങ്ങൾ നടത്തിയ പണ്ഡിതർ അവരുണ്ടായി വരിക എന്നതാണ്. അതിനുവേണ്ടിയുള്ള എല്ലാ ശ്രമങ്ങളിലും നമ്മുടെ എല്ലാവരുടെയും ഒരു സഹായം ഉണ്ടാകണം.
തമിഴ്നാട് നടക്കുന്ന ജാമിയ അൽ ഹിന്ദിന്റെ കീഴിൽ നടക്കുന്ന ഒരു സ്ഥാപനത്തിന് വേണ്ടി നമ്മുടെ പള്ളിയിൽ കളക്ഷൻ എടുക്കുന്നുണ്ട്. നമ്മുടെ കഴിവിന്റെ പരമാവധി സഹകരണം ആ നിലക്ക് ഉണ്ടാകണമെന്ന് സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ്. ഈ റമദാനിലെ നമ്മുടെ സ്വതക്കകളുടെ കൂട്ടത്തിൽ ഇങ്ങനെ ജാരിയായ സ്വതക്കകൾ കൂടെ സ്ഥാനം കണ്ടെത്തണം എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുക ചെയ്യുകയാണ്. റഹ്മാനെ റബ്ബ് നമ്മുടെ പരിശ്രമങ്ങളെല്ലാം സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹുവെ, ഞങ്ങളിൽ നിന്ന് വന്നുപോയിട്ട് ചെറുതും വലുതുമാകുന്ന പാപങ്ങൾ എന്റെ മഹത്തായ ഫضലുകൊണ്ട് ഞങ്ങൾക്ക് നീ വിട്ടുപുറത്തു മാറാക്കി തരണം. റഹ്മാനെ അള്ളാഹുവെ, പ്രാർത്ഥനയ്ക്ക് വേണ്ടി വസിയത്ത് ചെയ്തിട്ടുള്ള ഒരുപാട് സഹോദരങ്ങളുണ്ട്. അവർക്കൊക്കെ നീ അവരുടെ പ്രയാസങ്ങൾ ദൂരീകരിച്ചു കൊടുക്കണം. റഹ്മാനെ, ഈമാനോട് സ്വബറോടെ പരീക്ഷണങ്ങളെ നേരിടാൻ അവർക്കും ഞങ്ങൾക്കുമൊക്കെ നീ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കണം. റഹ്മാനെ, നോമ്പും ഖുർആനും നമുക്ക് വേണ്ടി സാക്ഷി പറയുന്ന ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ നീ ഞങ്ങളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണം. റഹ്മാനെ, റയ്യാൻ എന്ന കവാടത്തിലൂടെ സ്വർഗപ്രവേശനം സാധ്യമാകുന്ന നോമ്പുകാരിൽ നീ ഞങ്ങൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണം. റഹ്മാനെ, പ്രവാചകന്മാരുടെ സിദ്ദീഖീങ്ങളുടെ ശുഹദാക്കളുടെ കൂടെ സ്വർഗീയ അനുഭൂതി ആസ്വദിക്കാൻ ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബത്തിന് നീ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കണം. റഹ്മാനെ, ഭയാനകരമായ നരകശിക്ഷയിൽ നിന്ന് ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും നീ കാത്തുരക്ഷിക്കണം. റഹ്മാനെ, اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا ولوالدينا من النار. ربنا تقبل منا دعاءنا وأعمالنا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين. آمين آمين برحمتك يا أرحم الراحمين.